പബ്ലിഷിംഗ് ബ്യൂറോ. പുസ്തക പ്രസാധനത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ബ്യൂറോ സുന്നി എഴുത്തുകാർക്കും സാഹിത്യകാരന്മാർക്കും പ്രോത്സാഹനമാകുന്ന പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നു. മദ്രസ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സർഗപരിപോഷണത്തിനായി 2 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക കലാമേള സംഘടനയുടെ ശ്രദ്ധേയമായ ചുവടുവെപ്പാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക കലാമേളയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കലാമാമാങ്കത്തിന് 1987 തുടക്കം കുറിച്ചത്. ഇഖ്റ എന്ന വാക്യം കൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ തുടക്കം തന്നെ കുറിച്ചത്. വായിക്കുക, പഠിക്കുക എന്നതാണ് അതിൻ്റെ നിർദ്ദേശം. ഏറ്റവും മഹത്തമായ കാര്യം അറിവാണെന്ന് ഈ വാക്യത്തിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്തത്. ഇങ്ങനെയുള്ള ഈ മഹത്തായിരിക്കുന്ന അറിവുണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം ഇവിടെ ജീവിക്കുകയുള്ളൂ. അതിൻ്റെ പ്രവർത്തനം കൂടുതൽ കഠോറപ്പോടുകൂടെ കൊണ്ടുപോകാൻ വേണ്ടി ജമിയത്തുൽ മുഅല്ലിമീൻ എന്നൊരു സംഘടന സമസ്തയുടെ കീഴിൽ രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ മഹത്തായിരിക്കുന്ന ജൂബിലി ആഘോഷമാണ് അടുത്ത് നടക്കാൻ പോകുന്നത്. അത് വളരെയധികം ഭംഗിയായി നടത്തപ്പെടാൻ നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കർമ്മമേഖലയിൽ അഭിമാനത്തിന്റെ 50 ആണ്ടുകൾ പിന്നിട്ട് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ വളരെ വിപുലമായ രീതിയിൽ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ധന്യതയുടെ ഈ ഹർഷമുഹൂർത്തങ്ങളിൽ കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലം സംഘടനയുടെ വളർച്ചയിൽ നിസ്വാർത്ഥ സേവനങ്ങൾ അർപ്പിച്ച അധ്യാപകർ, വിദ്യാർത്ഥികൾ, സംഘാടകർ, നേതാക്കൾ, പ്രവർത്തകർ തുടങ്ങിയവരെ ഞങ്ങൾ നന്ദിപൂർവം സ്മരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 1959 അന്ന് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിനിധികളെ ഒരുമിച്ച് കൂട്ടി രൂപം നൽകിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ. സംഘടനയുടെ ഈ 50-ാം വാർഷികം 1 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിക്കാണ് രൂപം നൽകിയത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സമ്മേളനത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായിട്ട് സംസ്ഥാനത്തിൻ്റെ പുറത്ത് 3 ജില്ലകളടക്കം 17 ജില്ലകളിൽ ജില്ലയിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മുഅല്ലിമിന് മുഅല്ലിം മൻസിൽ എന്ന പേരിൽ ഒരു വീടുണ്ടാക്കി നൽകുക എന്നതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് പലവരും പലവിധത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടുണ്ട്. 50-ാം വാർഷികം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ജനുവരി 30-31 തീയതികളിൽ പ്രതിനിധി സമ്മേളനങ്ങളും ഫെബ്രുവരി 1-ാം തീയതി സമ്പൂർണ്ണ സമ്മേളനവും നടത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും സമൂഹത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ഉണർത്തിക്കൊള്ളുന്നു. 50-ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് സംഘടന നടത്തിവരുന്നത്. 2008 ഫെബ്രുവരി 1 മുതൽ 2009 ഫെബ്രുവരി 1 വരെയുള്ള കാലയളവിൽ സമയബന്ധിതമായ പരിപാടികളും സമ്മേളനങ്ങളും സാമൂഹ്യ സേവനങ്ങളും ആവിഷ്കരിച്ചിരിക്കുന്നു. അധാർമിക പ്രവണതകൾക്കെതിരെ ബോധവൽക്കരണം, ഇസ്ലാമിക പ്രത്യയശാസ്ത്രം പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തൽ, സമസ്തയുടെ സംഘടനാ പ്രവർത്തനം വിപുലീകരണം, അധ്യാപന രംഗം ശാസ്ത്രീയമാക്കൽ, പ്രസിദ്ധീകരണ രംഗം വിപുലീകരണം, 17 ജില്ലാ ഘടകങ്ങളിൽ നിർധനരായ മദ്രസ അധ്യാപകർക്ക് വീട് നിർമ്മിച്ചു നൽകൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. പലതും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. 2009 ജനുവരി 30-31 ഫെബ്രുവരി 1 തീയതികളിൽ കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന മഹാസമ്മേളനത്തോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കും. ഈ കോഴിക്കോട് ആസ്ഥാനമായി തന്നെയാണ് ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സമസ്തയുടെ പ്രാമാണിക നേതാവായിരുന്ന പാങ് ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ, അവർ ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തനത്തിന് ശരിക്കുള്ള ഒരു ബേസ് ബഹുജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിന് നടത്തിയ ഒരു പോരാട്ടം, ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു കാലഘട്ടത്തിൽ പഴയ ആളുകൾക്ക് ഓർക്കാൻ സാധിക്കും.
നമുക്കറിയാം, കോഴിക്കോട് വലിയങ്ങാടിയിൽ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ പാണ്ഡികശാല അരിപ്പീടികയുമായി മറ്റും ബന്ധപ്പെട്ട് തൊട്ടു തന്നെ ഉള്ള മുദാക്കര ജമാഅത്ത് പള്ളി, അതിൻ്റെ തൊട്ടായിരുന്നു സമസ്തയുടെ ആദ്യകാലത്ത് പ്രസ് പ്രവർത്തിച്ചിരുന്നത്. ഹൽവ ബസാറിലായിരുന്നു സമസ്തയുടെ വളരെ കാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓഫീസ് ഉണ്ടായിരുന്നത്. സമസ്തയുടെ ഊന്നുവടി എന്ന പേരിൽ അറിയപ്പെടുന്ന സുന്നി യുവജന സംഘമാണ് സംഘടനയുടെ ഏറ്റവും കരുത്തുറ്റ കീഴ്ഘടകം. 1961 കക്കാട് വെച്ച് നടന്ന 21ാം വാർഷിക സമ്മേളനമാണ് SYSനെ സമസ്തയുടെ കീഴ്ഘടകമായി ഔപചാരികമായി അംഗീകരിച്ചത്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഇപ്പോൾ സംഘടനയെ നയിക്കുന്നത്. 1984 സുന്നി യുവന സംഘം നിലവിൽ വന്നത്. ബഹുമാനപ്പെട്ട N. അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടാക്കി അദ്ദേഹം സുന്നി യുവന സംഘത്തിൻ്റെ സാരഥിയായി നിലവിൽ വന്നു. അന്നാണ് വെള്ളുവനാട്ടിലും ഏറനാട്ടിലും സജീവമായതിൻ്റെ പ്രവർത്തനം തുടർന്നു വന്നത്. അടുത്ത കാലത്തായി സമസ്തയിലുണ്ടായ ചില പ്രശ്നങ്ങൾ അതിനെ തുടർന്നുകൊണ്ട് സുന്നി യുവന സംഘത്തിൻ്റെ നേതൃത്വം ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളാണ് ഏറ്റെടുത്തത്. ഉമർ അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തു. അതിൻ്റെ സെക്രട്ടറി സ്ഥാനം ബഹുമാനപ്പെട്ട CH ഐദുറൂസ് മുസ്ലിയാർ തങ്ങളുടെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് അനാചാര പ്രവർത്തനങ്ങൾക്കെതിരിൽ, അതുപോലെ തീവ്രവാദത്തിനെതിരിൽ, ഭീകരവാദത്തിനെതിരിലുള്ള വലിയ തോതിലുള്ള ശ്രമങ്ങളും പര്യടനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ശാന്തിയാത്ര അതിൽപ്പെട്ട ചിലതാണ്. അങ്ങനെ വളരെയധികം സജീവമായി ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കാനുമുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. സുന്നി അഫ്കാർ വാരിക സംഘത്തിന്റെ ഔദ്യോഗിക മുഖപത്രമാണ്. ഉലമ ഉമറ കൂട്ടായ്മയിലൂടെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുകയെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷനെ 1989 ജനുവരി 16 ചേർന്ന മുശാവറയാണ് സമസ്തയുടെ കീഴ്ഘടകമായി അംഗീകരിച്ചത്. ഷെയ്ഖുന ഷംസുൽ ഉലമ പ്രസിഡന്റും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സെക്രട്ടറിയും ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി ട്രഷററുമായതായിരുന്നു പ്രഥമ സ്റ്റേറ്റ് കമ്മിറ്റി. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ പ്രസിഡന്റും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സെക്രട്ടറിയും ചെമ്മുക്കൻ കുഞ്ഞാപ്പൂ ഹാജി ട്രഷററുമായ കമ്മിറ്റിയാണ് ഇപ്പോൾ സംഘടനയെ നയിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ സമസ്തയുടെ സന്ദേശം പ്രചരിപ്പിക്കാനും മതബോധം വളർത്താനുമായി രൂപീകൃതമായ കീഴ്ഘടകമാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. 1989 ഫെബ്രുവരി 19 കോഴിക്കോട് വെച്ച് രൂപീകൃതമായി. വിദ്യാർത്ഥികളുടെ ധാർമ്മികമായ ഉദ്ഗ്രഥനത്തിനും മതബോധനത്തിനും മറ്റുമായി സംഘടന ശ്രദ്ധേയമായ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൗവത്തിനായുള്ള ഇബാദ്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി ട്രെൻഡ്, മുഖപത്രം സത്യധാര ദ്വൈവാരിക, കാഫില ചാനൽ പ്രോഗ്രാം, പ്രവാസി മഹൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള സഹചാരി തുടങ്ങിയവ സംഘടനയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കോഴിക്കോട് റെയിൽവേ ലിങ്ക് റോഡിലുള്ള ഇസ്ലാമിക് സെന്ററാണ് ആസ്ഥാനം. ഈ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായി ഇത് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിജ്ഞാനം, വിനയം, സേവനമെന്ന മഹത്തായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥി തലമുറയിൽ ധാർമ്മികത വളർത്തുവാനും അവരെ ദീനി പ്രബോധന രംഗത്ത് സജീവമാക്കുവാനും അതുപോലെ നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്ന അധാർമികതയ്ക്ക് അതിനെതിരെ ശബ്ദമുയർത്തുവാനും നാട്ടിൽ സമാധാനവും ശാന്തിയും സൗഹൃദവും വളർത്തുന്ന പ്രവർത്തക പാരമ്പര്യമാണ് SKSF പിന്തുടരുന്നത്. സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും നാസർ ഫൈലി കൂടത്തായി ജനറൽ സെക്രട്ടറിയുമാണ്. ഖുർആാനിക പഠനത്തിൻ്റെ ജനകീയ സഭയാണ് ഖുർആൻ സ്റ്റഡി സെൻ്റർ. SKSFിൻ്റെ നേതൃത്വത്തിന് വളരെ ഉദാത്തമായ സേവനമാണ് ഖുർആൻ സ്റ്റഡി സെൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100ഓളം സെൻ്ററുകളിലായി 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പ്രതിവാരവും ദ്വൈവാരവും മാസാന്തവുമായി